നമസ്കാരം, ന്യൂസ് 99 വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മലപ്പുറം ജില്ലയിലെ നൃത്താധ്യാപകർക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം പഠനക്കളരിയിലുള്ള നിലവിലെ ബാച്ചിന്റെ അരങ്ങേറ്റം 21-ാം തീയതി നടക്കുമെന്ന് ആൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ നൃത്താധ്യാപകർക്ക് വേണ്ടി ഒരു മോഹിനിയാട്ട പഠനകളരി നടത്തുന്നുണ്ട്. മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ്. ആദ്യത്തെ ഒരു ബാച്ചിൽ 32 പേര് അധ്യാപകർ പങ്കെടുത്തിരുന്നു. അവരുടെ ഒരു അരങ്ങേറ്റം 2022 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഗുരുവായൂർ വെച്ച് നടന്നു. ഇപ്രാവശ്യം അതുപോലെ ഞങ്ങൾ സെക്കൻഡ് ബാച്ചിൻ്റെ അരങ്ങേറ്റം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ബുധനാഴ്ച 21-ാം തീയതി 2:45 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:45 മുതൽ 6 മണി വരെ. കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ 70 മുതൽ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. ഈ അധ്യാപികമാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ ജൂനിയേഴ്സായ ടീച്ചർമാർക്ക് ഞങ്ങൾ പഠിച്ച അതേ ശൈലിയിൽ അവർക്ക് ഒരു ക്ലാസ് എടുക്കാന്നുള്ള തീരുമാനത്തിലാണ്. ഞങ്ങൾ 4 ആളും കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം 2:45-നാണ് അരങ്ങേറ്റം. 25 പേരുള്ള ബാച്ചിലെ 16 പേരാണ് അരങ്ങേറുന്നത്. മുതിർന്ന നൃത്താധ്യാപകരായ കലാമണ്ഡലം ഭാഗ്യേശ്വരി, കലാമണ്ഡലം സുശീല, കലാമണ്ഡലം സരോജിനി, അംബിക എന്നിവർ ചേർന്നാണ് മോഹിനിയാട്ട പഠനക്കളരി തുടങ്ങിയത്. പുതിയ തലമുറയിലെ നൃത്താധ്യാപകർക്ക് തനത് ശൈലിയിലുള്ള മോഹിനിയാട്ടത്തിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. 1 വർഷം നീണ്ടു നിൽക്കുന്ന കളരിയിൽ ആഴ്ചയിൽ 1 ദിവസമാണ് ക്ലാസ് ഉള്ളത്. കോഴ്സിനു ശേഷം അംഗീകൃത സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും. ആദ്യ ബാച്ചിൽ 32 പേരാണ് പങ്കെടുത്തത്. 21-ാം തീയതി നടക്കുന്ന മോഹിനിയാട്ട കച്ചേരിയും അരങ്ങേറ്റവും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കലാമണ്ഡലം ഭാഗ്യേശ്വരി, സുശീല, സരോജിനി, അംബിക എന്നിവർക്ക് പുറമെ സംഘടനയുടെ സംസ്ഥാന ട്രഷററായ ശിവദാസൻ മഞ്ചേരിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 99 മലപ്പുറം.